ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രുചികരമായ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പഴം കൊണ്ടുള്ള ജാമാണ് ഇന്നത്തെ വീഡിയോയിൽ. പാളയംകോടൻ പഴം കൊണ്ടാണ് ഇന്ന് ജാം ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നല്ല പഴുത്ത പഴമാണ് വേണ്ടത്. പഴം നന്നായി പഴുത്ത് അതിൻ്റെ തൊലിയെല്ലാം കറുത്തു പോയാലും ഇനി കളയണ്ട. ആ കറുത്തു പോയ പഴമാണ് ഏറ്റവും നല്ലത്. പഴം നന്നായി പഴുത്തില്ലെങ്കിൽ കറയുടെ ടേസ്റ്റ് വരും. അതുകൊണ്ട് നല്ല പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം പഴം വേവിച്ചെടുക്കണം. പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലായാൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒറ്റ വിസിൽ കേൾപ്പിച്ചെടുത്താൽ മതിയാകും. ഞാൻ ചെറിയൊരളവ് ജാമാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 11 പഴമാണ് എടുത്തിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ പാളയംകോടൻ പഴത്തിന് മൈസൂർ പൂവനെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കാൻ വെക്കേണ്ടത്. പഴത്തിൻ്റെ ലെവൽ വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഒറ്റ വിസിലിൽ തന്നെ പഴം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂണ് കൊണ്ട് ഇതുപോലെ ഉടച്ചെടുക്കാം. ഇത് അരിച്ചെടുത്ത് ഇതിൻ്റെ വെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. പഴം വെന്തപ്പോൾ നാരുപോലെ കുറച്ച് കട്ടിയായിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് കളയാം. മുഴുവനായും അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കഞ്ഞിവെള്ളത്തിൻ്റെ കളറിലാണ് ഇരിക്കുന്നത്. ഇത് കുറുകി വരുന്നതിനനുസരിച്ച് റെഡ് കളറ് കൂടിക്കൊണ്ടിരിക്കും. ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 5½ ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. നല്ല മണത്തിനും ഫ്ലേവറിനും വേണ്ടി 6 ഗ്രാമ്പൂവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവനായി ഇട്ട് കൊടുക്കാം. അവസാനം ഈ ഗ്രാമ്പൂ എടുത്ത് മാറ്റേണ്ടതാണ്. തീ കത്തിച്ച് പഞ്ചസാര അലിയുന്നത് വരെ ഇളക്കി കൊടുക്കാം. എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല. കുറുകി വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് പത കൂടി വരും. ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കൂടുതൽ കട്ടിയാവാതിരിക്കാനും ആവശ്യത്തിനുള്ള പുളിക്കും വേണ്ടിയാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. പുളി നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. സമയം കഴിയും തോറും കളറ് ചേഞ്ചായി വരും. ഹൈ ഫ്ലെയിമിലിട്ടിരുന്നാൽ പത കാരണം നമുക്ക് കളർ ചേഞ്ച് ചെയ്യുന്നത് അറിയാൻ സാധിക്കില്ല. ഇടയ്ക്ക് ഫ്ലെയിം ലോയിലിട്ടിട്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യുന്നത് നോക്കാം. ഇത് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് കുറുകണ്ട. ഇത് തണുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കട്ടിയായി വരും. ഇനി ജാമിൽ കിടക്കുന്ന ഗ്രാമ്പൂ എടുത്ത് മാറ്റി കൊടുക്കാം.
ഈ ജാം പാളയംകോടൻ പഴം കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ആരും പറയില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. പഴത്തിൻ്റെ ഒരു ടേസ്റ്റും തന്നെ ഇതിലില്ല. ഏകദേശം ഒരു ഗ്രേപ്സ് ജാമിൻ്റെയൊക്കെ ടേസ്റ്റാണ് വരുന്നത്. പാളയംകോടൻ പഴം കൊണ്ട് ഉണ്ടാക്കിയ ജാം കഴിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പായും ഉണ്ടാക്കി നോക്കുക. ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ടേസ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റും തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി തൊലി കറുത്തുപോയ പഴമൊന്നും കളയണ്ട. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ജാം ഉണ്ടാക്കാം. ബ്രെഡിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാം. ജാം ഇപ്പോൾ നമുക്ക് ഈ ഒരു കട്ടിയിലാണ് കിട്ടിയിരിക്കുന്നത്. തണുത്ത് വരുമ്പോൾ നല്ല തിക്കായി വരും. ജാം ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇത്രയും കട്ടിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 1.5 മാസത്തോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. കുറച്ചുകൂടെ നല്ല കട്ടിയാകും ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴത്തേക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.